ജനങ്ങളുടേതായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങളെ കുറിച്ചിട്ട് ഇവരുടെ നാവുകളൊന്നും കൊണ്ടറിയില്ല. എന്താണ് അതിൻ്റെ പിന്നിൽ? അത് കോൺഗ്രസ് ആയതുകൊണ്ടോ BJP ആയതുകൊണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടൊന്നും അല്ല. ഇവരെല്ലാം ഈ ഇത്തരം മുതലാളിത്ത സന്ധിയിലാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തമസ്കരിച്ചു. ഇനി ജനങ്ങൾക്കൊന്നും പ്രശ്നമില്ല. ആത്മീയമായ മാർഗങ്ങൾ ആലോചിക്കും. ഇപ്പൊ കുംഭമേള നടന്നപ്പോ ഈ കുളിക്കാത്ത, പല്ല് തേക്കാത്ത ഇത്തരം ആളുകൾ ആയിട്ടുള്ള സ്വാമികൾ വന്ന് അവരുടെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് പ്രബുദ്ധ മലയാളി, ഞാൻ അതിന് മന്ദബുദ്ധികൾ എന്നാ പറയും, ഇവർ പോയി ക്യൂ നിന്ന് കാല് പിടിക്കുകയാണ്. ഞാനൊരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു, യഥാർത്ഥത്തിൽ കാല് പിടിക്കേണ്ടത് ഈ രാജ്യത്തെ കർഷകരുടെയും മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളിയുടെയും അധ്വാനിക്കുന്ന ഈ വിഭാഗത്തിൻ്റെയും. അവരെ ഒരു കർഷകൻ പാടത്തു നിന്ന് വന്ന അയാൾ വിയർപ്പ് മണം കൊണ്ട് ഒന്നിച്ചിരിക്കാൻ പോലും വിസമ്മതിക്കുന്നവരാണ് ഇവർ. ആള് വിയർപ്പ് നാർന്നിരിക്കും. അല്ലെങ്കിൽ ഒരു കർഷക തൊഴിലാളിയോട് ബസ്സിൽ പോലും മുട്ടി പോകാൻ തൽപരരല്ലാത്തവരാണ് ഈ ചന്തി കഴുകാത്ത ഈ സ്വാമിമാരുടെ കാല് നക്കാൻ പോകും. ചൈന എന്നോ മാവോയുടെ കാലത്തിന് ശേഷം തന്നെ മുതലാളിത്ത പാതയിലേക്ക് അത് പോയി. റഷ്യ ഗോർബച്ചോവോട് കൂടി അത് തകർത്ത് തരിപ്പണമാക്കപ്പെടും. അതല്ലോ നമ്മൾ രണ്ട് സാധനം പറയുന്നത് ഇല്ലേ? പിന്നെ ഇത് രണ്ടും ഇന്ന് മുതലാളിത്ത ശക്തികളിൽ ഏറ്റവും പ്രബലമായി നിൽക്കുന്നതാണ് ചൈനയും അമേരിക്ക പോലെ ലോകത്തെ കൊള്ളയടിക്കുക എന്നുള്ള മനോഭാവം തന്നെയാണ്. അവിടെ ഒന്നുമില്ല, ചെങ്കൊടി മാത്രം ഇപ്പോൾ അവിടെ ഇല്ല. വേറെ ഒരു മാവോയിൻ്റെ ആശയങ്ങളോ അല്ലെങ്കിൽ മാർക്സിൻ്റെ ആശയങ്ങളോ ഒന്നും ചൈനയിലില്ല, റഷ്യയിലും ഇല്ല, ലോകത്തൊരിടത്തുമില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് പൊരുതുന്ന ജനതകൾ ചെറുതാണെങ്കിലും ഇത്തരം ആശയബോധത്തെ ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പൊരുതുന്ന ജനതകളുണ്ട്, അല്ലെങ്കിൽ പൊരുതുന്ന ചെറു സംഘങ്ങളുണ്ട്. അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകൾ കാലഹരണപ്പെടാൻ പോകുന്നത്? കാലഹരണപ്പെടാനൊന്നും പോകുന്നില്ല, പരാജയപ്പെടാം. കാലഹരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുക, നശീകരിക്കപ്പെടുക എന്നുള്ളത്. അത് പരാജയപ്പെടുന്നത് തന്നെയാണ് നല്ലത്. വിജയത്തിലേക്കുള്ള കുതിപ്പിനുള്ള ഒരു മാർഗത്തിൽ ഉണ്ടാക്കുന്ന ഒരു വ്യതിയാനം മാത്രമാണ്. പിന്നെ ആധുനിക ലോകം മനുഷ്യനാണ്. മനുഷ്യന് ഇപ്പൊ സൂര്യൻ നിലനിൽക്കുന്നുണ്ട്. അത് ഇടക്കാലത്ത് ചോദിച്ച പോലെ ഈ മഴ പെയ്യുമ്പോൾ സൂര്യൻ എങ്ങനെയാണ് ചൂടോടെ നിൽക്കാൻ പറ്റുക, അത് തണുത്തു പോകില്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഈ ചോദ്യം. മനസ്സിലായില്ല? അപ്പൊ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഈ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തെമ്പാടും വർഗ സമരങ്ങൾ തന്നെയാണ് നടക്കുന്നത്. മുതലാളിത്തം വന്നാൽ ഇപ്പം നിങ്ങൾ നോക്കൂ, തൊഴിലാളിക്ക് പണ്ട് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന് പറഞ്ഞതിൽ നിന്ന് നമ്മൾ 2025 അവസാനം ആകുമ്പോൾ തൊഴിലാളിക്ക് ഇനി 8 മണിക്കൂറല്ല, നിങ്ങൾക്ക് 24 മണിക്കൂറും ജോലി ചെയ്യണം. ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യ ലോകത്ത് വികസിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വെറും 4 മണിക്കൂർ ജോലി ചെയ്യുന്നു, സുഭിക്ഷമായിട്ട്. ഇന്ന് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും കണ്ടെത്തി കഠിനമായ കായികമായ അധ്വാനങ്ങളൊന്നും വേണ്ട ഒക്കെ മെഷീനറികളുണ്ട്. പക്ഷെ ഇപ്പം കളത്തിൽ എന്താണ്ടായി? ജീവിതം കഠിനമായി മാറി. അപ്പോൾ ഈ കണ്ടെത്തിയിട്ടുള്ള ഈ ശാസ്ത്രീയമായ ഉപകരണങ്ങളും സംവിധാനങ്ങളും ആർക്ക് മുതൽക്കൂട്ടായി എന്നുള്ളതാണ്. ജനങ്ങളെ വീണ്ടും ചൂഷണം ചെയ്യാനും വീണ്ടും കൊള്ളയടിക്കാനും വീണ്ടും ആധിപത്യം ചെലുത്തുന്നതിനാണ് ഇതൊക്കെ ഉപകരിക്കുന്നത്. ഇതൊക്കെ വെറും ഒരു എന്താ പറയുക, നമ്മളെ മാസ്മരികത ഉണ്ടാക്കിയിട്ട് നമ്മളെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ട്, സ്തംഭിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അമാനുഷികത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മുതലാളിത്തം ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നുള്ളത് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര നിയമം പോലും തൊഴിലാളികൾക്കെതിരായിട്ട് നിയമം. ഫാക്ടറികളിൽ എത്ര വേണമെങ്കിലും പണിയെടുപ്പിക്കാം, അത് മുതലാളിയുടെ താല്പര്യം എന്ന് പറയുന്നതാണ്. അപ്പം നമ്മൾ നേടിയെടുത്ത ഈ അവകാശങ്ങൾ മെയ് ദിനം ആചരിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മെയ് ദിനത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ലോക തൊഴിലാളി വർഗം നേടിയെടുത്തിട്ടുള്ള ഇതൊക്കെ
ഓരോരോന്നായി നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയ പോരാട്ടങ്ങളും സമര നേട്ടങ്ങളെയും പതിയെ പതിയെ പിൻവലിക്കും. അപ്പം നമ്മൾ എന്ത് വികസിച്ചു എന്നാണ് പറയുന്നത് ഒരർത്ഥത്തിൽ. അതുകൊണ്ട് ഏത് ലോകത്തും ഏത് കാലത്തും വർഗസമരങ്ങൾ തന്നെയായിരിക്കും വികസിച്ചത്. അതാണ് അതിലുണ്ടാകുന്ന സത്യം. അതിൽ ബുദ്ധിജീവികളുടെയും യുക്തിവാദികളുടെയും കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്യും വേണ്ട, നമ്മൾ എടുക്കുകയും വേണം. കൊളോണിയൽ ആധിപത്യം. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ 2 നൂറ്റാണ്ടുകാലം ബ്രിട്ടീഷ് കൊളോണിയൽ ആധിപത്യം നിലനിന്നു എന്നാണല്ലോ നമ്മളൊക്കെ പഠിച്ചിട്ട്. ആ 2 നൂറ്റാണ്ട് കാലത്തെ പോരാട്ടങ്ങൾ ഇന്ത്യയിൽ, അതൊന്നും ആർക്കും തർക്കിക്കേണ്ട കാര്യമല്ല. അത് ഇവിടുത്തെ ഏറ്റവും ആദിവാസി പോരാട്ടങ്ങൾ, മുസ്ലിങ്ങളുടെ പോരാട്ടങ്ങൾ, ദളിതുകളുടെ പോരാട്ടങ്ങൾ, കർഷക പോരാട്ടങ്ങൾ, അങ്ങനെ വിവിധ ജനവിഭാഗങ്ങൾ ചേർന്ന് നിന്നിട്ടും ഒറ്റയ്ക്കും നിന്ന് പൊതുശത്രുവിനെതിരായിട്ട് നടത്തിയ പോരാട്ടങ്ങൾ, സമരങ്ങൾ, യുദ്ധങ്ങൾ കൊണ്ടാണല്ലോ നമ്മൾ ഒരു സ്വാശ്രയത്വ ഭരണഘടനാപരമായ എന്നെങ്കിലും നമുക്ക് നിലവിൽ വരും. എന്നിട്ട് ഇന്നിപ്പോൾ ലോകത്ത് കൊളോണിയൽ ആധിപത്യം ഇല്ലാതാകും. ലോകത്ത് പുതിയ പുതിയ കൊളോണിയൽ ആധിപത്യങ്ങൾ വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഉത്തരവിടുന്നു. ഒരു പറ്റം കമാൻഡോ പോയിട്ട് ആ വെനിസ്വലയിൽ പോകുന്നു. ആ ഭരണാധികാരിയെ അങ്ങനെ തന്നെ ട്രെയിനിട്ട് പൊക്കുന്ന പോലെ പൊക്കുന്നു. അയാളുടെ വൈഫിനെയും പൊക്കുന്നു. നേരെ ഇവിടെ കൊണ്ടുവരുന്നു, ജയിലിട്ട് അടുത്ത്. ലോകം ഇങ്ങനെ സ്തംഭിച്ചു നോക്കി. എടാ, അത് ശരിയല്ല എന്ന് പറയാൻ, അവരെ തുറന്നു വിടൂ എന്ന് പറയാനുള്ള ഒരു ആർജവ ലോകത്ത് ആർക്കുണ്ടാവുന്നില്ല. നമ്മളൊക്കെ വലിയ പ്രബുദ്ധരാണല്ലോ, രാജ്യത്ത് വലിയ വീമ്പ് പറയുന്ന വലിയ ശക്തിയാണ്, വലിയ ആയുധ ശേഖരമാണ്, വലിയ സൈനിക സന്നാഹമാണ്, വലിയ വെള്ളത്തിൻ്റെ അടിയിൽ കൂടി പോകുന്ന കപ്പലുണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യമായ വിമാനങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയപ്പെടും. ഈ ഒരു പച്ചയ്ക്ക് നടന്ന ഒരു അനീതിയെ വിടറ നൈൻ്റെ മോനെ എന്ന് പറയാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? എന്തുകൊണ്ട് കഴിഞ്ഞു? പിന്നെ നമ്മൾ എന്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, എന്ത് വിമോചനത്തെക്കുറിച്ചാണ് പറയുന്നത്, എന്ത് ആധുനിക ടെക്നോളജിയെക്കുറിച്ചാണ് പറയുന്നത്? കംപ്ലീറ്റ് കൊള്ളയും ആധിപത്യവും ഈ സാമ്രാജ്യത്വവും മുതലാളിത്തവും തന്നെയാണ് ലോകത്തെ കീഴടക്കുന്നത്. അവരുടെ കൈയൊതുക്കത്തിലാണ് നിർത്തുന്നത്. ഇതിന് ബീറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ജനതയുടെ പോരാട്ടങ്ങൾ തന്നെയാണ് ഇതിനെ ഖണ്ഡിക്കാൻ പറ്റും, ഇതിനെ തകർക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് തന്നെയാണ് സത്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വർഗസമരങ്ങൾ എന്ന് പറഞ്ഞത്. എന്താണ് ഇവിടുത്തെ വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം? അങ്ങനെയൊക്കെ നമുക്ക് പരിശോധിക്കാം. എന്താണ് വ്യത്യാസം? എന്തിനാണ് വ്യത്യാസം? അല്ലെങ്കിൽ ഇവിടുത്തെ BJPയുമായിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ബ്രാഹ്മണിക്കൽ സോഷ്യോട്ടറുമായിട്ട് എന്തിനാണ് ഇവർ തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോഴാണ് അത് അറിയാം. നമ്മളൊക്കെ ഒരേ കാര്യം ചെയ്യുന്നു, ഒരേ കാര്യം ബാധിക്കുന്നു. ആ വാക്കുകളിലും നാക്കിലും ഒക്കെ വ്യത്യസ്തത ഉണ്ടാവുന്നു. ഇവരുടെ തലച്ചോറ് ഒന്നാണെന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് ഇത്തരം വാദഗതികളോ ഇത്തരം അസംബന്ധങ്ങളോ പറഞ്ഞ ആളുകളെ മക്കറാക്കാം, അല്ലെങ്കിൽ തൽക്കാലം അവരൊക്കെ എന്താ പറയുക, എന്തൊക്കെയോ ആണെന്ന് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരു ചുക്കുണ്ടാകുന്നില്ലേ. അതുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ പറഞ്ഞ ചെങ്കൊടി മാത്രമേ ഇപ്പോൾ അവരുടെയൊക്കെ കയ്യിലുള്ളൂ, വേറെ ഒന്നുമില്ല. കുപ്പായം പറഞ്ഞാൽ എന്താണ്? അത് തന്നെ മറ്റേ പഴയ ഓലക്കാലും ശീലക്കാലിന്റെയും അവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഒരു ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കമാൻഡോ അല്ലെങ്കിൽ ഒരു സൈനിക വ്യൂഹത്തിലാണോ, സൈനിക സന്നാഹത്തിലാണോ അവരെയൊക്കെ വാർത്തെടുക്കുന്നത്? അതുമല്ല, ആ ഓലക്കാലും ശീലക്കാലിന്റെ പരിഷ്കൃത രൂപം. ഇതുകൊണ്ട് ഇവര് വെച്ചിട്ട് എന്ത് ചെമ്പട ഉണ്ടാക്കാൻ പോകും? അപ്പൊ പാർട്ടി സൈന്യം ഐക്യമുന്നണി എന്നുള്ള സങ്കല്പത്തിൽ വേണം കാര്യങ്ങൾ പോകാൻ. അത് ഭരണവർഗത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ നിലവിലുള്ള ഭരണവർഗത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട്, പണ്ട് ജന്മികളുടെ അടിമകളായിട്ട് പണിയെടുത്ത കർഷക തൊഴിലാളികൾ ഉണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞ് പ്രസവിച്ച് 3-ാം ദിവസം ഈ സ്റ്റേറ്റിലും കണ്ടത്തിലും വന്ന് പണിയെടുക്കാൻ വരുമ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോകാൻ പറ്റും, ജന്മി അനുവദിക്കാതെ എന്ന് പറയുന്ന ഒരു അവസ്ഥ മാത്രമാണ് ഇവിടുത്തെ എല്ലാ പാർട്ടികളും ഉള്ളത്. അത് നിങ്ങൾ ഇടതുപക്ഷം അന്ന് പറയുന്നത്. അതിന് അപ്പുറമുള്ള ഓരോ സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷം ഒന്നുമല്ല, വ്യത്യസ്ത പക്ഷങ്ങളാണ് ഭരിക്കുന്നത്. ഇല്ലേ? തമിഴ്നാട്ടിൽ പോയാൽ DMK ഭരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്നു, ഇവിടെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറഞ്ഞ് ഭരിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ ഉണ്ടായിരുന്ന അവർക്ക് ജനതയ്ക്ക് എന്ത് മാറ്റം വന്നു? ചേരികൾ, കോളനികൾ, ലക്ഷം വീടുകൾ, പുറമ്പോക്കുകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ ഇല്ല. ഇന്നും കുടിവെള്ളം 4-3% 1947 അംബേദ്കർ നടത്തിയിട്ടുള്ള ഒരു പോരാട്ടം ഉണ്ടല്ലോ, ചൗദാർക്കുളത്തിലിറങ്ങി. അന്നേ അംബേദ്കർ പറയുന്നത്
ഭാഗം വരുന്ന ജനവിഭാഗം എൻ്റെ ജനതയ്ക്ക് അല്ലെങ്കിൽ കീഴാള ജനതയ്ക്ക് 4-3 ഭാഗം ശുദ്ധജലം പറയുന്ന സാധനം ഇന്നും അത് ഞാൻ ഉണ്ടാവുന്നത്. അല്ലാത്ത 4-3 ഭാഗത്തിനും കുടിവെള്ളം, ശുദ്ധവെള്ളം, സവർണരും സമ്പന്നരും താമസിക്കുന്ന ഭാഗങ്ങൾ. അതിൽ നിന്നും എന്ത് വ്യത്യാസമാണ്? ചേരികളിൽ കേരളത്തിൽ 45,000 കോളനികൾ കേരളത്തിൽ. നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി നോക്കൂ, ആന്ധ്രയിൽ പോയി നോക്കൂ, കർണാടകയിൽ പോയി നോക്കൂ, എന്തിന് തലസ്ഥാനം വെക്കുന്ന ഡൽഹിയിൽ പോയി നോക്കൂ. എന്തെങ്കിലും മാറ്റമുണ്ട് ചേരികളിൽ? ന്യൂഡൽഹി, ഓൾഡ് ഡൽഹി പരിശോധിച്ച് നോക്കൂ. ഇതൊക്കെ മനുഷ്യരല്ലേ താമസം. എന്തേ ഇവരൊന്നും അതിലൂടെ പാഞ്ഞു പോകുന്ന മനുഷ്യർ, പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും മറ്റ് വകുപ്പ് മന്ത്രിമാരും വലിയ സൈനികനും മറ്റ് രാജ്യ തലവന്മാരും ഒക്കെ വന്നു പോകുന്ന ഒരു പ്രദേശമല്ലേ ഡൽഹി? എന്താണ് അവിടുത്തെ? ലോകത്തെ എല്ലാ ജനവിഭാഗങ്ങളും ഡൽഹിയിൽ അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാവും. ലോകത്തെ എല്ലാ ജനങ്ങളും ഡൽഹി. ഈ ജനത ഈ ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും മലത്തിൻ്റെയും ഓടയുടെ മുകളിൽ പലകയിൽ കിടന്നുറങ്ങി ജീവിക്കുന്ന നരയ്ക്കുന്ന ഈ മനുഷ്യരെ എന്തുകൊണ്ട് മാറ്റപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ മുംബൈയിലാവട്ടെ, അവിടെ അങ്ങനെയാണ് നമ്മൾ ധാരാവിയെ കുറിച്ച് നമ്മൾ വായിക്കാറില്ല. നിരന്തരം ധാരാവിയെ കുറിച്ച് കേൾക്കാറ്. എന്താ മനുഷ്യർ ഈ ചേറ്റിലെ ചൊടിയും മീനും ജീവിക്കുന്ന മാതിരിയാണ് കൂടാനൊക്കെ ജീവിക്കുന്നത്. ചേറ്റിൽ ഇതുപോലെയാണ് അവിടെ മനുഷ്യൻ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മാറ്റം? ഇന്ത്യയിൽ വലിയ പുരോഗമനത്തിൽ ചൊവ്വയിലേക്ക് നമ്മൾ അത് വിട്ടു, പൊക്രാനിൽ അനുഭവം കൂട്ടിക്കുന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് ഈ മനുഷ്യരെ ഇവര് രക്ഷപ്പെടുത്തുന്നില്ല, സംരക്ഷിക്കുന്നില്ല, അവർക്ക് നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കുന്നില്ല? ഇവര് കൊതുകിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു വരുമല്ലോ. ധാരാവി പോയിട്ട് കൊതുകിനെ കുറിച്ച് പറയാൻ പറ്റും. അപ്പൊ ഇത് ആണ് ഈ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അതാണ് വൈരുദ്ധ്യം. ഈ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങള് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ പഠിച്ച് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ദൗത്യം, ലക്ഷ്യ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഞാൻ കോൺഗ്രസ് ആയി പഠിച്ചു, അല്ലെങ്കിൽ കോൺഗ്രസ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എൻ്റെ പഠിച്ചൊന്നും അങ്ങനെയല്ല. ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിലെ ജനതകൾ അവർക്ക് അവരുടേതായിട്ടുള്ള പരമാധികാരം എപ്പോഴാണോ പൊക്കിപ്പിടിക്കാൻ പറ്റുക അന്നായിരിക്കും ഇവർ. ഒരു കള്ളനെ നീ നല്ല കള്ളനാവുന്നില്ലല്ലോ പറയേണ്ടത്, നിങ്ങളതൊന്ന് തിരുത്തണം എന്ന് ആണ് നമ്മളെപ്പോലുള്ള മനുഷ്യർ ഭാവിയെ കുറിച്ച് ഒരു സമൂഹത്തിൽ സ്വപ്നം കാണുന്ന ആൾക്ക് പറയുകയാണ്. പക്ഷെ സാമൂഹിക സാഹചര്യങ്ങൾ അവരെ കൂടുതൽ കള്ളനാക്കാനാണ് ഇവിടെ നിർബന്ധിക്കപ്പെടുന്നത്. ഇതാണ് ഇതിന്റെ വൈരുദ്ധ്യം എന്ന് ഞാൻ പറഞ്ഞു. ഈ വൈരുദ്ധ്യത്തിന്റെ അപ്പുറത്തല്ല, നമ്മൾ ഇപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കാൻ പാടും. അതാണ് പറഞ്ഞത്. നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ഞാനോ അല്ലെങ്കിൽ സജീഷോ ആറുമുഖനോ അല്ലെങ്കിൽ അരിയേട്ടനോ പോയി മാറ്റുക എന്നുള്ളതല്ല. ആദ്യം ഈ ചിന്തകൾ നമ്മളുള്ള ആശയപരമായ ആയുധമണിക്കാനാണ്. ആശയപരമായ ആയുധമണിയാണ്. അതായത് സമാനമായ ചിന്താബോധം നമുക്കുണ്ടാകും. ആ ആശയപരമായ ആയുധം ജനതയ്ക്ക് മാത്രമേ ഭൗതികമായ രീതിയിൽ മൊബിലൈസ് ചെയ്യാൻ പറ്റും. അതാണ് നീതി നിറഞ്ഞ ലോകവും സത്യവും ആഹാരത്തെക്കാൾ പ്രധാനമാവുക എന്ന് പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ആഹാരം വേണ്ടെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, ഇത് ഇവിടെ ഉണ്ടാവാം. ഇപ്പൊ നമ്മൾ പറയില്ലേ, നിറച്ച് പാലും മോരും തൈരും ഒക്കെ ഒരു പശു പണ്ട് വീട്ടിലുണ്ടെങ്കിൽ വളരെ സമൃദ്ധമാണ് എന്ന് പറയും. നമ്മൾ പാല് വാങ്ങി പോരുണ്ടാക്കി കഴിഞ്ഞ സമൃദ്ധി ഉണ്ടാവില്ല എന്ന് പറയുന്ന മാതിരിയാണ് ഇവിടെ ഈ നീതി നടത്തിയൊരു ലോകത്ത് ജീവിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ സ്വഭാവമൊക്കെ പറയുന്ന പോലെ അന്യന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുക എന്ന് പറയും. ആ അന്യന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുക പറയുന്നതിന്റെ അർത്ഥം എന്താ? സംഗീതം വളരെ ആസ്വാദ്യമാണല്ലോ ഏവർക്കും. അതുപോലെയാണ് മനുഷ്യരും. നിങ്ങൾ പറയുന്നത് എനിക്കും ഞാൻ പറയുന്ന ഇദ്ദേഹത്തിനും എല്ലാവർക്കും സുഖവും ആസ്വാദ്യവുമായി മാറ്റാൻ കഴിയുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഓരോരുത്തർക്ക് വേണ്ടിയും ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയും നിലകൊള്ളപ്പെടുമ്പോഴാണ് സമൂഹം സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും കൊണ്ട് കളിയാടുക എന്ന് പറയും. അപ്പൊ അതല്ലല്ലോ. ഒരു വിഭാഗം സമ്പന്നര്, കോടീശ്വരന്മാര്, കോർപ്പറേറ്റ് ഭീമന്മാര്, മറ്റൊരു ഭാഗത്ത് ഏറ്റവും ദരിദ്രരായിട്ടുള്ള ജനത. ഈ ഒരു വലിയ അന്തരമാണ്. ഇതിനെ നിരപ്പാക്കണം. സാമ്പത്തികമായി, സാമൂഹ്യമായി, സാംസ്കാരികമായി, രാഷ്ട്രീയമായി സമഭാവനാപരമായ ഒരു സമീപനം ഉണ്ടാകും. അല്ലാതെ സോഷ്യലിസവും കമ്മ്യൂണിസവും ജനാധിപത്യവും എന്ന് പറഞ്ഞിട്ടൊന്നും വരാൻ പോകുന്നില്ല. ഇതൊന്നും ഒരു വെറും വാക്കുമല്ല. മനസ്സിലായില്ലേ? അത് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഇദ്ദേഹത്തെയും എന്നെയും പരസ്പരം സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു ചുറ്റുപാട് വരും.
അതായത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്തോ ഈ ഒരു വല പോലെ ഇതിനകത്ത് നമ്മളെ വേട്ടയാടാൻ വേണ്ടി പക്ഷികളെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം പോലെയാണ് ഇപ്പോൾ ഈ ജനാധിപത്യം ഉപയോഗിക്കുന്നത്. അങ്ങനെയല്ല, എല്ലാവർക്കും ഈ ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ സമത്വം ഉണ്ടായി. അല്ലാതെ നിങ്ങൾ അപ്പുറത്ത് ഞാനിപ്പുറത്ത് നിന്നുകൊണ്ടൊന്നും സമത്വം വരാൻ പോകും. അപ്പൊ അതിൽ അടിസ്ഥാനപരമായിട്ട് സാമ്പത്തികമായ സമത്വമാണ് ഏറ്റവും പ്രാധാന്യമായിട്ട്. അത് എത്ര പേർക്ക് ഇന്ത്യയിലുണ്ട്, എത്ര പേർക്ക് ഇന്ത്യയിലില്ല എന്ന് ചോദിച്ചാൽ വലിയ ശതമാനം ജനവിഭാഗത്തിന് സാമ്പത്തികമായിട്ട് സ്വാശ്രയത്വം ഇല്ല. ഇവിടെ ജനാധിപത്യം വിജയിക്കാനും പോകും. അതാണ് അതിൽ വരാൻ പോകുന്ന വിപത്ത് എന്ന് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടം ഒരു MLA ആയ ഒരു യുവ MLA ആണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള സ്ത്രീപക്ഷ സമീപനങ്ങൾ അത് എത്രമാത്രം ചർച്ചയാണ്. നിയമസഭയിൽ ചർച്ച ചെയ്യുന്നു, പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നു, പഞ്ചായത്തിൽ ചർച്ച ചെയ്യുന്നു, ബ്ലോക്കിൽ ചർച്ച ചെയ്യുന്നു, പാർട്ടി ഓഫീസുകളിൽ ചർച്ച ചെയ്യുന്നു, അതിനുവേണ്ടി തെരുവ് നാടകം കളിക്കുന്നു. അതുവേണ്ടി ഭയങ്കരമായ ആക്ഷൻ മൂവിങ് ആണ് എല്ലാ ആളുകളും നടത്തുന്നത്. ഇത് എല്ലാവർക്കും ഉന്മാദമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു ലൈംഗികമായ ഒരു ഇക്കിളി ഉണ്ടാക്കുന്ന ഇതിന് ആസ്വാദകരുണ്ടല്ലോ, അതിന് ഭയങ്കര താല്പര്യമാണ്. അതേസമയം ജനങ്ങളുടേതായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങളെ കുറിച്ചിട്ട് ഇവരുടെ നാവുകളും കൊണ്ടാറിയില്ല. എന്താണ് അതിൻ്റെ പിന്നിൽ? അത് കോൺഗ്രസ് ആയതുകൊണ്ടോ BJP ആയതുകൊണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടൊന്നും അല്ല. ഇവരെല്ലാം ഈ ഇത്തരം മുതലാളിത്ത സന്ധിയിലാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തമസ്കരിച്ചു. ഇനി ജനങ്ങൾക്കൊന്നും പ്രശ്നമില്ല, എല്ലാവരും. അതുകൊണ്ടാണല്ലോ അതിദരിദ്രരെന്ന് പറഞ്ഞിട്ട് അത് പൂർണ്ണമായിട്ടും ഈ മന്ദരോഗം തുടച്ചു മാറ്റി, മലമ്പനി ഇല്ലാതാക്കി, കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്തു എന്നൊക്കെ പറയുന്ന പോലെ വളരെ ഈസി ആയിട്ട് ഇത് പറഞ്ഞു പോകുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിലും ഒരു സൗജന്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു പട്ടികയിൽ വന്നാലെങ്കിൽ എന്തെങ്കിലും ഒരു പരിഗണന സർക്കാർ നിന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയും നഷ്ടപ്പെട്ടു, ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ സർക്കാരിനെയും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യ. എവിടെ നിന്നൊന്നുമില്ല. അങ്ങനെയാണ് ഈ ആത്മീയമായ മാർഗങ്ങൾ ആൾ സ്വീകരിക്കും. ഇപ്പൊ കുംഭമേള നടന്നപ്പോൾ ഈ കുളിക്കാത്ത, പല്ല് തേക്കാത്ത ഇത്തരം ആളുകൾ ആയിട്ടുള്ള സ്വാമികൾ വന്ന് അവരുടെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് പ്രബുദ്ധ മലയാളി, ഞാൻ മന്ദബുദ്ധികൾ എന്നാ പറയും, ഇവർ പോയി ക്യൂ നിന്ന് കാല് പിടിക്കുകയാണ്. ഞാനൊരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു, യഥാർത്ഥത്തിൽ കാല് പിടിക്കേണ്ടത് ഈ രാജ്യത്തെ കർഷകരുടെയും മണ്ണിൽ പടിയെടുക്കുന്ന തൊഴിലാളിയുടെയും അധ്വാനിക്കുന്ന ഈ വിഭാഗത്തിന്. അവരെ ഒരു കർഷകൻ പാടത്തു നിന്ന് വന്ന അയാൾ വിയർപ്പ് മണം കൊണ്ട് ഒന്നിച്ചിരിക്കാൻ പോലും വിസമ്മതിക്കുന്നവരാണ് ഇവരൊക്കെ. ആൾ വിയർപ്പ് നാർന്നിരിക്കും. അല്ലെങ്കിൽ ഒരു കർഷക തൊഴിലാളിയോട് ബസ്സിൽ പോലും മുട്ടി പോകാൻ താല്പര്യമല്ലാത്തവരാണ് ഈ ചന്തി കഴുകാത്ത ഈ സ്വാമിമാരുടെ കാല് നക്കാൻ പോകും. ഇത് നമുക്ക് വിചാരിക്കും എന്തോ അനുഗ്രഹമാണ്. അവർ ഹിമാലയ സാനുക്കളിൽ തപസ് ചെയ്തിട്ട് വന്ന സ്വാമികളാണെന്നൊക്കെയാണ് നമ്മുടെ മസ്തിഷ്കത്തെ പ്രക്ഷാളനം ചെയ്യിപ്പിച്ചുകൊണ്ട് അവർ പറയുന്നത്. അതല്ല അതിൻ്റെ പ്രശ്നം. കൃത്യമായി സംഘപരിവാർ ഓർഗനൈസ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഒരു സമ്മേളനമാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ അത് ആവശ്യമാണ്. അവരാണ് ഓർഗനൈസ് ചെയ്യുന്നത്, സംഘപരിവാറാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാലക്കാട്ടെ മൂത്താന്തറയിലെ കണ്ണകയമ്മൻ ക്ഷേത്രത്തിലേക്ക് ഈ സ്വാമികൾ വരുമ്പോൾ അവരെ അനുഗമിക്കുന്നത്, വൈതാളികരെ പോലെ അനുഗമിക്കുന്നത് സംഘപരിവാറുകാരാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിങ്ങനെ കൊണ്ടുവരുന്നത്, ഇതിന്റെ എല്ലാം പിന്നിൽ ഈ അജണ്ട എന്ന് പറയുന്നത് നിങ്ങൾ ചോദിച്ച മുതലാളിത്തത്തിന്റെയും കോർപ്പറേറ്റുകളുടെയും നമ്മുടെ തലച്ചോറ് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുക എന്നാണ് അതിന് പറയും, തകർക്കുക എന്നുള്ളത്. ആ തകർക്കുന്നതാണ് ഇതിന് എല്ലാം പുറകിലും അജണ്ട എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇവരെ കൊണ്ട് സമൂഹത്തിൽ ഇവരെന്ത് പ്രത്യുൽപാദനപരതയുണ്ടെന്ന് ചോദിച്ചാൽ വളിവിടലാണ് ഇവരുടെ പ്രത്യുൽപാദനം എന്ന് പറയുന്നത് ഈ സ്വാമിമാർ. അല്ലാതെ ഒന്നും ഇവരിൽ നിന്ന് ഒരു നാഷണൽ വേസ്റ്റുകളാണ് സത്യത്തിൽ പറഞ്ഞത്. അവർക്ക് പല വ്യാഖ്യാനങ്ങളുണ്ടാവും, അതൊക്കെ അവരുടെ വിശ്വാസങ്ങൾ, ഞാനതൊന്നും പറയും. അല്ലാതെ ഒന്നും തന്നെ ഈ സമൂഹത്തിൽ ഇല്ല. വെറും തിന്നു തീർക്കുന്ന വളപ്പുഴുക്കൾ. ഈ സ്ഥാനത്ത് ഇവിടുത്തെ ഒരു തൊഴിലാളി, ഒരു വ്യവസായി, ഒരു കർഷകൻ പോയാൽ, അല്ലെങ്കിൽ ഒരു ദളിതൻ, ഒരു ആദിവാസി പോയാൽ എന്ത് പരിഗണന ഉണ്ടാവും? തേനുകൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ അത് വലിയ മണത്തരോ?
പക്ഷെ കാട്ടിൽ മരം കയറി തേനീച്ചിൻ്റെ കുത്തേറ്റ് ചത്തു വീഴുന്ന ഒരു ആദിവാസി അവിടെ പോയാൽ ആൾക്ക് എന്ത് പരിഗണന ഉണ്ടാവും? തേനിന് മൂല്യമുണ്ട് അവിടെ, വെണ്ണയ്ക്ക് അവിടെ മൂല്യമുണ്ട്, നെയ്യ്ക്ക് അവിടെ മൂല്യമുണ്ട്, പശുവിന് അവിടെ മൂല്യമുണ്ട്. പരിപാലിക്കപ്പെടുന്ന ഈ വിഭാഗത്തിന് എന്ത് പരിഗണനയാണ് നമുക്ക് സമൂഹത്തിൽ? അല്ലെങ്കിൽ സന്യാസികൾക്കിടയിലുണ്ട്, അല്ലെങ്കിൽ ആത്മീയ കേന്ദ്രങ്ങളുണ്ട്, അമ്പലങ്ങളിലുണ്ട്, ഒന്നുമില്ല. അവൻ ചണ്ടാളനാണ്, അസ്പൃശ്യൻ. ഇത് നമ്മൾ മനസ്സിലാക്കി. അത് ഇന്ത്യയിൽ ഈ ബ്രാഹ്മണ്യ മൂല്യവ്യവസ്ഥയെ പുനഃസൃഷ്ടിക്കപ്പെടുക എന്നുള്ളത്, അതിന് അവതരിപ്പിക്കപ്പെടാനുള്ള ഊടും പാവുമാണ് ഈ കുംഭമേളകളും ഈ കൂത്താട്ടങ്ങളും, അല്ലാണ്ട് ഒന്നും ഇല്ല. ഞാൻ പറയണത് ഇടതുപക്ഷം എന്ന് നിങ്ങൾ ഇനി പറയേണ്ടെന്നാ പറയുന്നത്. ഇവര് കോർപ്പറേറ്റ് പക്ഷമാണ്. ഞാനിത് എത്രയോ കാലമായി പറയണത്. ഇവർക്ക് ഇടതുപക്ഷമില്ല, വലതുപക്ഷമില്ല, കോർപ്പറേറ്റ് പക്ഷം. അതെന്ത് പറയാൻ പഠിക്കുന്നത് നിങ്ങൾ? ഈ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കും. ഇടതുപക്ഷം ഇല്ലല്ലോ അതിനകത്ത്, കോർപ്പറേറ്റ് പക്ഷമല്ലേ ഉള്ളൂ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നിങ്ങളൊരു ഇടതുപക്ഷക്കാരനെയും ഒരു വലതുപക്ഷക്കാരനെയും ഒരു BJP പക്ഷക്കാരനെയും ഒക്കെ നിർത്തിക്കഴിഞ്ഞിട്ട് ഇവർ മൂന്നാളുടെയും സ്വഭാവവും ഇവരുടെ പെരുമാറ്റവും ഇവരുടെ വാക്കുകളും ഇവരുടെ വർത്തമാനങ്ങളും ഇവരുടെ ലക്ഷ്യങ്ങളും ഇവരുടെ സാക്ഷാത്കാരങ്ങളും സമീപനങ്ങളും പരിശോധിച്ച് നോക്കിയേ ഒരേപോലെ. കടന്നലിനെ ഒരു 10 കടന്നൽ ആരംഭം പിടിച്ചിട്ട് വരിക. എന്നിട്ട് 10 കടന്നലിൽ ഇതിലേതാ കമ്മ്യൂണിസ്റ്റുകാരൻ, ഇതിലേതാ BJPക്കാരൻ, ഇതിലേതാ കോൺഗ്രസ്സുകാരൻ, ഇതിലേതാ ജനതാദളുകാരൻ, ഇതിലേതാ മുസ്ലിം ലീഗുകാരൻ, ഇതിലേതാ കേരള കോൺഗ്രസ്സുകാരൻ ചോദിച്ചു നോക്കിയേ. അതിൽ വല്ല വ്യത്യാസം? ഒരേതാണ് സംഭവം. അതിന് കുത്തുക എന്നുള്ളതേ അറിയുള്ളൂ. എല്ലാവരും കുത്തുന്ന അവിടെ എത്തുമ്പോൾ ഈ പ്രക്രിയയാണ് ഇവരൊക്കെ കൂടെ നടത്തുന്നത്. ഇനി അതിനപ്പുറത്ത് എന്താ ഇനിയിപ്പോൾ ഇതിൽ ഉദാഹരിക്കാനുള്ളത്? ഭരിക്കുക എന്ന് പറയുന്നത് ആരാ ഭരിക്കുന്നത്? ഇപ്പോൾ പാർലമെന്റ്, ഇപ്പോൾ നിയമസഭ പിരിച്ചുവിടും, അല്ലെങ്കിൽ പാർലമെന്റ് പിരിച്ചുവിടും. അപ്പം ആരാ ഭരിക്കുക? ഇവിടെ ടാക്സ് പിരിക്കുന്നില്ലേ? കോടതി പ്രവർത്തിക്കുന്നില്ലേ? ജയില് പ്രവർത്തിക്കുന്നില്ലേ? ഇല്ലേ? പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നില്ലേ? ആഡിയോ പ്രവർത്തിക്കുന്നില്ലേ? എല്ലാ സംവിധാനവും, നികുതി പിരിക്കലും നികുതി കൊടുക്കലും നികുതി എടുക്കാത്തവനെ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരലും അവനെ വിചാരണയിലും ജയിലിലടക്കലും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അതാരാ അപ്പം ഭരിക്കുക? അപ്പൊ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും ഇല്ലല്ലോ. ആ സിസ്റ്റമാണ്, ഈ സിസ്റ്റമാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് പട്ടാളം, പോലീസ്, ഉദ്യോഗസ്ഥ വൃന്ദം, ജയില്, കോടതി. ഇതാണ് ഭരണകൂടം എന്ന് പറയുന്ന ഈ സംവിധാനം. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ കൊശവൻ ചട്ടി ഉണ്ടാക്കുന്നിടത്ത് പോയിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ഒരു ചക്രം അങ്ങനെ തിരിക്കും, എന്നിട്ട് അതിൽ കുറച്ച് കളിമണ്ണ് ആദ്യം വെക്കും, പാകമാക്കിയിട്ട് ഒരു കളിമണ്ണ് വെക്കും. അത് എങ്ങനെ ആക്കണം എന്നുള്ളത് ഈ കൊശവനറിയാം. ചെറിയ വർക്ക് വണ്ടി ഉണ്ടാക്കണോ, അത് വലിയ കലം ഉണ്ടാക്കണോ, തൊട്ടി ഉണ്ടാക്കണോ എന്നൊക്കെ അയാളുടെ ഭാവന. എന്തായാലും മണ്ണ് വെച്ചിട്ടാണ്. അപ്പൊ ആ ചക്രത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു വടി ഉണ്ടാവും. ആ വടി, ഈ ചക്രം ഇങ്ങനെ ആദ്യം ഇങ്ങനെ തിരിച്ചു വിട്ടിട്ട് പിന്നെ അതിനെ സ്പീഡാക്കാൻ വേണ്ടി ആ വടി വെച്ച് ഇങ്ങനെ തിരിച്ചു, കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ തിരിയുന്ന വേഗത്തിൽ ഈ സ്പീഡിലാണ് അയാൾ പിന്നെ ഡിസൈൻ ചെയ്യുക, ഈ സാധനത്തെ ഡിസൈൻ ചെയ്യുക. എന്നതുപോലെ ഈ ഭരണകൂടം കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിൽ എന്ത് വേണം, എങ്ങനെ വേണം, ആർക്കെതിരെ വേണം, ആർക്കെതിരെ വേണ്ട എന്നുള്ളത് തീരുമാനിക്കലാണ് ഈ പ്രധാനമന്ത്രിയും ഈ മുഖ്യമന്ത്രിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അതിനപ്പുറത്ത് വലിയ അമാനുഷികതൊന്നും അവിടെ സംഭവിക്കാനേ പോകുന്നു. അത് എല്ലാ കാലത്തും അത് തന്നെയാണ്. അത് തിരിച്ചുവിട്ടാൽ ജനങ്ങൾ പിന്നെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും.